ദീപികയുടെ ഇന്നത്തെ എഡിറ്റോറിയലേ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പോലെയുണ്ട്. ഇത് വായിച്ചാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു ആത്മപരിശോധനയൊക്കെ നടത്തിയേക്കും. എനിക്കും തോന്നി മുഖ്യമന്ത്രി ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പാലയിൽ നടന്ന നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടൻ MP ജനങ്ങളുടെ 3 ആവശ്യങ്ങൾ സദസ്സിൽ തന്നെ ഉന്നയിച്ചായിരുന്നു. പക്ഷെ അതിന് ആ സദസ്സിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്തു. അതിന് മുഖ്യമന്ത്രിക്ക് ഒരു പോലെയാണ് ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച തോമസ് ചാഴിക്കാടൻ MP മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ച് അവഹേളിച്ചത് അത്ര ശരിയായില്ല. ഈ തോമസ് ചാഴിക്കാടൻ MP ഏത് പാർട്ടിക്കാരനാണെന്നതോ ഏത് മുന്നണിയിലാണെന്നതോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പാർലമെന്റിലെ പ്രതിനിധിയാണ്. ഏത് ലക്ഷ്യത്തോടെ വന്നാലും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും രാഷ്ട്രീയത്തിലൊരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല. പറയാതെ വയ്യ, മുഖ്യമന്ത്രിയുടെ ഭാഷയും ഭാവവും ഒന്നും ജനാധിപത്യം നിലവിലുള്ള ഒരു സമൂഹത്തിന് ചേരുന്നതല്ല. കാലഹരണപ്പെട്ട പഴയ നാടുവാഴി സംസ്കാരത്തിനൊക്കെ ചേരുന്ന പോലെ ഉണ്ട്. ഈ ഒരു മുന്നണിയിലെ കക്ഷി എന്ന നിലയിൽ ചാഴിക്കാടൻ MPക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അതവരുടെ രാഷ്ട്രീയപരമായ കാര്യം. പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന നിലയിൽ ഇത് ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും ഒരു മുറിവ് തന്നെയാണ്. നവകേരള സദസ്സിന്റെ സ്വാഗത പ്രസംഗത്തിൽ തോമസ് ചാഴിക്കാടൻ MP 3 ആവശ്യങ്ങളാണ് പറയുന്നത്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം, പാലാ നഗരസഭ സ്റ്റേഡിയം നവീകരിക്കണം, ചേർപ്പുങ്കൽ പാലം പൂർത്തീകരിക്കണം. അങ്ങനെ ഈ പാലായിലെ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ് ഈ MP. അപ്പൊ ഇത്ര ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ശാസന രൂപത്തിൽ MPയെ വിമർശിച്ചത്. സദസ്സിന്റെ ഉദ്ദേശം ചാഴിക്കാടൻ MPക്ക് മനസ്സിലായിട്ടില്ലെന്നും ഇത് പരാതി സ്വീകരിക്കലാണ്, പരാതി പറയൽ ചടങ്ങല്ലെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ ഉടനെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്ന റബ്ബറിന്റെ താങ്ങുവില ഉടനെ അങ്ങ് വർദ്ധിപ്പിക്കുമെന്നുള്ള അമിത പ്രതീക്ഷയൊന്നും MPക്ക് നാട്ടുകാർക്കും ഒന്നുമില്ല. പക്ഷെ അത്തരമൊരു ആവശ്യം ഓർമ്മിപ്പിക്കാൻ പോലും സ്ഥലവും സാഹചര്യവും ഒക്കെ നോക്കണമെന്ന് പറയുന്നത് ഗതികേടാണ്. ജനാധിപത്യമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പുറത്തിറങ്ങി പൊതുസമൂഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ജനങ്ങളും അല്ലെങ്കിൽ ആ സ്ഥലത്തെ നേതാക്കളും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് വേണ്ടാന്ന് പറയുന്ന സൂചന അപകടകരമാണ്. എന്ത് പറയുന്നതിന് മുൻപും അധികാരികൾക്ക് ഇഷ്ടമാകുമെന്ന് 100 വട്ടം ആലോചിക്കേണ്ടി വരുന്ന ഗതികേട് ഏകാധിപത്യമാണ്. ഈ പാലായിലേതുപോലെ അത്ര രൂക്ഷമായിട്ടില്ലെങ്കിലും കണ്ണൂർ മട്ടന്നൂരിലും മുൻ മന്ത്രിയായ KK ശൈലജയ്ക്ക് ഇത്തരമൊരു വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷയായ KK ശൈലജ കുറെ സമയം സംസാരിച്ചതുകൊണ്ട് പരിപാടിയുടെ ക്രമീകരണത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും നിങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബഹുമാന്യായ അധ്യക്ഷയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ കുറെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി അന്ന് ജനങ്ങളോട് പറഞ്ഞത്. പ്രസംഗം ദീർഘിപ്പിച്ചതിന്റെ പേരിൽ KK ശൈലജയെ മുഖ്യമന്ത്രി വിമർശിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ആ പരസ്യ പ്രതികരണം ഒരു പരസ്പര ബഹുമാനത്തിന്റെ ലംഘനമാണെന്ന് പലർക്കും തോന്നി. അങ്ങോട്ട് പറയുന്ന കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന ഒരു നിലപാട് ജനാധിപത്യത്തിന് എങ്ങനെയാണ് ഗുണം ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് 100 വട്ടം എഴുതി പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ അധികാരികളിൽ പലരും. ഈ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്തെ ജനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. എന്നിട്ടാണ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ യാതനകൾ കേൾക്കുമ്പോൾ ഇവർ രോഷാകുലരാകുന്നത്. പാലായിൽ ഉൾപ്പെടെ കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന കൊടിയ ദുരിതം പറയാൻ കഴിയുന്നില്ലെങ്കിൽ നവകേരള വേദിക്ക് പുറത്ത് MP എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യും? ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഒട്ടും ലളിതമല്ലാതെ നടത്തുന്ന ഈ നവകേരള സദസ്സിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയെ മാനിക്കാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി കൊടുത്തത് വേദിയിലിരിക്കുന്ന MPക്കിട്ടാണെങ്കിലും കൊണ്ടത് സദസ്സിലും പുറത്തിരിക്കുന്ന ജനങ്ങൾക്കാണ്. വിലയില്ലാത്ത റബ്ബർ പോലെയല്ല ജനങ്ങളുടെ ആത്മാഭിമാനം എന്ന് ഇവർ മറക്കാതിരുന്നാൽ മതി.